ലാസ്റ്റ് ലൈൻ അവിടെ വലിയ സീക്രറ്റ്സ് ഉണ്ടാവോ? ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പം പടം കണ്ടിറങ്ങിയത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് അനീഷ്കയാണ്. ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെന്റ് എൻഡിങ് ആണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് കഥയൊക്കെ പോയത്. ഇത് ഭയങ്കര ഫീലാണ്. എനിക്ക് ന്യൂ സ്റ്റാർസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരും നന്നായി ചെയ്തു. പിന്നെ ലാസ്റ്റ് വരെ നമുക്ക് ഇരിക്കാൻ പറ്റി. ഇറ്റ് വാസ് ഒരുപാട് വലിയ മൂവി അല്ല, ബട്ട് സ്മോൾ വെരി സ്വീറ്റ്. വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു, എൻഗേജിങ് ആയിരുന്നു. കൊള്ളാം. എടുത്തേക്കണൊക്കെ നല്ല രസമാ. വിൻഡും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഡെസേർട്ട് സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെ അതുപോലത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വൈബ് എനിക്ക് തോന്നിയായിരുന്നു. കൊള്ളാം. കുറച്ച് കണ്ടിട്ടുള്ളൂ. ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇഷ്ടായി. ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല ഇത്ര സൂപ്പർ ആയിട്ട് അഭിനയിക്കുന്നു. അഭിനയൊക്കെ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. ശരിക്കും ഇഷ്ടമായി. നല്ലായിരുന്നു. വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു, എൻഗേജിങ് ആയിരുന്നു. പിന്നെ എല്ലാവരുടെയും അഭിനയം അടിപൊളി. മസ്റ്റ് വാച്ച് മൂവിയാണ്. പാട്ട് അത് നല്ല അടിപൊളിയായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാരും മേക്കിംഗ് അടിപൊളിയായിരുന്നു. എല്ലാവരും കാണണം. നല്ല പടമാണ് ഇത്. അത് ഭയങ്കര ഒരുപാട് വ്യത്യാസമുള്ള പടം. സൂപ്പർ, എല്ലാം സൂപ്പർ. എല്ലാ അഭിനയവും എല്ലാ അനീഷ അതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അടിപൊളി. അത് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ. ഇതൊന്ന് കണ്ടു നോക്കൂ. അതിനേഷം പറയും. അതെ അതെ, എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് ന്യൂ സ്റ്റാർസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരും നന്നായി ചെയ്തു. പിന്നെ ലാസ്റ്റ് വരെ നമുക്ക് ഇരിക്കാൻ പറ്റി. ഇറ്റ് വാസ് ഒരുപാട് വലിയ മൂവി അല്ല, ബട്ട് സ്മോൾ വെരി സ്വീറ്റ്. അനീഷ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. ഹ്യൂമറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. എനിക്ക് പാട്ടിനെക്കാട്ടും കൂടുതൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഡെസേർട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അത് കുറച്ചുകൂടി ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാം ഫാക്ടേഴ്സും, ത്രില്ലിംഗ് ആണെങ്കിലും എല്ലാ ഫാക്ടേഴ്സും അവരിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിരുന്നു. ഈവൻ ദ ന്യൂ സ്റ്റാർസ്, ന്യൂ ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ലൈൻ അവിടെ വലിയ സീക്രറ്റ്സ് ഉണ്ടാവോ? വലിയ പാമ്പും വലിയ സീക്രറ്റ്സും ഉണ്ടാവും. എല്ലാം ടിവിയിലുള്ളത് ആൾക്കാർ ഒക്കെ താഴെ വീട്ട് ഒരു എഗ് എടുത്തു. അപ്പോൾ അവർക്ക് ഛർദിച്ചു. സൂപ്പർ. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പം പടം കണ്ടിറങ്ങിയത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. സിനിമ പ്രത്യേകിച്ച് ഫാമിലീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വർക്കാവും. നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനൊക്കെ റിസൾട്ട് ആയിരിക്കുന്നതായിരിക്കുന്നു. അനീഷ്ക വരൂ. ഞാനെന്താ അഭിപ്രായം? എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. സർജാനോൻ ഇപ്പൊ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല ഗംഭീര പെർഫോമൻസ് ആണ് സർജാനോന്റെ. മാത്രമല്ല നമ്മൾ നല്ലൊരു എഫേർട്ട് ഈ പടത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന, ഡിസേർവ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു ക്രൗഡോ ക്രൂവോ കാസ്റ്റൊന്നും ഈ ഇതിലില്ല. അപ്പം തിയേറ്ററിൽ ഒന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയാം. അനീഷ് നല്ലൊരു കലാപം ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മേക്കിംഗ് ആണ്. സൂപ്പർ അല്ല, അത് നമുക്കൊരു 10-37 ദിവസം ഈ സർജാന്റെ കൂടെയും ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെയും നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ആർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് മാത്രം ആ സമയത്ത് ചെയ്തതാണ്. എനിവേ അത് നന്നായി അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം.
അപ്പം എല്ലാവരും സിനിമ കാണാത്ത എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം. ഞാനിത് എൻ്റെ 6ാമത്തെ സിനിമ. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു എഫേർട്ട്, ഒരു പുതിയ ടെറൈനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഒമാൻ പോലത്തെ ഒരു സ്ഥലത്ത് പെർമിഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വെതറിൻ്റെ പ്രശ്നങ്ങളും അതല്ലാത്ത ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത് അതിൻ്റെ ഒരു പ്രീമിയർ ഷോ ഇവിടെ എടപ്പള്ളി വനിതയിൽ നടന്നതാണ്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഇതായിട്ട് പറയാൻ കാരണം ഇന്നലെ GCCയിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത് അവിടുത്തെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്തുണ്ടാവാം. എന്നാലും ഈ സിനിമ ഇനി തിയേറ്ററിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള തീരുമാനം ഇവിടെ ഇപ്പൊ കണ്ട ഓഡിയൻസിന്റെ മോളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ എത്ര കാലം ഒരു 1.5 വർഷത്തിന്റെ പുറകിൽ എഫേർട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തീർച്ചയായും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. നല്ലതായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് അനീഷ്കയാണ്. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കിനും കുറച്ച് ഇമോഷണൽ ആവും, കുറച്ച് ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതെ, ആ സാൻഡ് സ്റ്റോം നമുക്ക് ഫീൽ ചെയ്യണം. ഞങ്ങൾ ചോദിക്കരുത് എങ്ങനെ അത് സെറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ വലിയ സ്റ്റോറി ആയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിട്ട് നമുക്ക് തിയേറ്ററിൽ കുറച്ച് ദിവസം കൊണ്ടുപോകാൻ പറ്റും. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. താങ്ക് യു. അല്ലല്ല, ഒരിക്കലില്ല. എനിക്കിഷ്ടം ഡയറക്ഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 14 ദിവസം അവിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഈ സെയിം സമയം തന്നെ ഒരാൾ വേണമല്ലോ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അഭിനയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അഭിനയം ചെയ്യാണ്ടിരിക്കുന്നൊന്നുമില്ല, അഭിനയിക്കാൻ ഇഷ്ടക്കേടൊന്നും ഇല്ല. പക്ഷെ എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.